ഹലോ, അപ്പോൾ നമുക്കിന്ന് വേലപ്പറമ്പിൽ പടക്കം കാണാൻ പോയാലോ? ഞങ്ങളിതേ കസിൻസും പിന്നെ അമ്മായിമാരും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പടക്കം കാണാൻ പോകാനായിട്ട്. ഈ ഒരു പറമ്പിലൂടെ നടന്നിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇതേപോലെ കസിൻസൊക്കെ ആയിട്ട് പോയതായിരുന്നേ, പക്ഷെ അത് നല്ലപോലെ അങ്ങ് മൂഞ്ചിപ്പോയി. വേറെ ഒന്നും കൊണ്ടല്ല, പടക്കം കാണാൻ പോയ ഞങ്ങൾക്കത് കാണാൻ പറ്റുകയില്ല. അതിൻ്റെ ഇടയിൽ വെച്ച് തിരിച്ച് വരേണ്ടി വരികയും ചെയ്തു. എന്നാലും പോയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ എന്ത് പറ്റിച്ചു കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് വേലയില്ല. അതുകൊണ്ട് തന്നെ കസിൻസും അമ്മായിമാരൊക്കെ എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഇങ്ങനെ പോകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരെയും മൈൻഡ് ചെയ്ത് അവിടെ ഇരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തവണ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകതരം വൈബൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഐസ്ക്രീമൊക്കെ വാങ്ങി നിൽക്കുമ്പോഴേക്കും ഈ പടക്കം പൊട്ടാൻ സ്റ്റാർട്ട് ചെയ്തും ചെയ്തു. ഇതിപ്പോൾ 2 ദേശക്കാരുടെ പടക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ദേശത്തിൻ്റെ പടക്കം കഴിഞ്ഞതും ഞങ്ങൾ കുറച്ച് നേരം നടക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഓംപ്ലേറ്റൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഒരു പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിയുള്ളൂ. അത് എന്തുകൊണ്ട് നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാനിപ്പൂരിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്ന പാനിപ്പൂരി എന്തൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതൊരുമാതിരി സോസൊക്കെ നിറച്ചിട്ടാണ് കിട്ടിയത്. എങ്ങനെയൊക്കെയോ അത് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞ് നമ്മൾക്ക് അറിയുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദേശക്കാരുടെ പടക്കം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. പോണ വഴിക്ക് നല്ലൊരു ബ്ലോക്കിൽ പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബസ് ഉണ്ട്, നീല ബസ്. ഈ ബസ്സിൽ നമ്മൾ കയറാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കണ്ടക്ടർ പറഞ്ഞു ഈ ബസ് എപ്പോഴാണ് ഇനിയിപ്പോൾ എത്തുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ നടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ? നല്ല എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് ഓക്കെ. അമ്മ എങ്ങനെയായിരുന്നു? അടിപൊളി 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 അടിപൊളി. ഓക്കെ. ചക്കു ഇവിടുത്തെ കുറേ വല്യമ്മ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വേല കണ്ടതിന്റെ? ഒരു കാർ വരും പറഞ്ഞു. പടക്കമൊക്കെ ഉണ്ടോ? ശരി, അപ്പോൾ ബസ് വരുന്നുണ്ട് ഗൈസ്. ബൈ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കേട്ടല്ലോ. ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഈ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ് വരും പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. തൊട്ടടുത്ത് ഈ ഒരു മുത്തശ്ശൻ ചോക്കുമുട്ടായി വിൽക്കുന്ന കണ്ടപ്പോൾ അതൊന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാർ എത്തിയിട്ടുണ്ട്. ഈ അട്ടഹാസം കേട്ടിട്ട് ആരും പേടിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.